ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഒരു 2-3 ഡേയ്സൊക്കെ നമുക്ക് സ്പെയർ ചെയ്യാനായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് മാറി ഒരു 40-50 കിലോമീറ്റർ നമ്മൾ ഔട്ടറിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ രണ്ട് ഭാഗത്തും നല്ല ഭംഗിയുള്ള കാഴ്ചകളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും ചെറിയ ചെറിയ അരുവികളും വാട്ടർഫാൾസും വ്യൂ പോയിൻറ്റുകളും ഗ്രാസ് ലാൻഡ്സും ലേക്കുകളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുള്ളായിട്ട് നമുക്ക് പോയിട്ട് സ്പെൻഡ് ചെയ്ത് ഭയങ്കര റീഫ്രഷിംഗ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റുക ഒരു അടിപൊളി ചെറിയൊരു ട്രാവൽ പ്ലാനിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് വിഷ്വൽസിൻ്റെ ഒരു പരിമിതി ഉണ്ട്. ഞാൻ ആ സമയത്ത് ഷൂട്ട് ചെയ്ത് വന്നപ്പം വിഷ്വൽസ് എൻ്റെ കയ്യിൽ കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കരുതി നമുക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിൽ പാസ് ചെയ്യാം. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. നമുക്ക് കൊടൈക്കനാൽ ടൗണിനെ ചുറ്റിപ്പറ്റിയിട്ട് നമുക്ക് കൊടൈക്കനാൽ ലേക്ക്, അതുപോലെ മോയർ പോയിൻറ്റ്, ഗുണ കേവ്, ഡോൾഫിൻ നോസ്, പൈൻ ഫോറസ്റ്റ്, പില്ലർ റോക്ക്, അതെന്ന് പറഞ്ഞാൽ കൊടൈക്കനാൽ ടൗണിനെ ചുറ്റിപ്പറ്റിയിട്ട് നമുക്ക് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 4-5 സ്ഥലങ്ങളെല്ലാം ഒരൊറ്റ റോഡിലാണ്. ആ റോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്താൽ ഈ പറഞ്ഞ 4-5 സ്പോട്ടുകൾ കവർ ചെയ്ത് നമുക്ക് തിരിച്ച് ടൗണിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതൊരു ഡേ നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ വീക്കെൻഡ്സൊക്കെയാണ് പ്രത്യേകിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് റഷ് ഉള്ളൊരു സ്ഥലമാണ്. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് ഒരു മെയിൻ റോഡും അത് കഴിഞ്ഞ് അതിനെ ചുറ്റിപ്പറ്റി അതിനെ ബ്രാഞ്ച് ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു റോഡുകളും ആ റോഡുകളൊക്കെ എത്തിച്ചേരുന്നത് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്കാണ്. ആ ഗ്രാമത്തിൽ ആ റോഡ് അവസാനിക്കും. നമുക്ക് ആ റോഡ് അവസാനിക്കുന്നിടത്ത് ഓരോ ഗ്രാമത്തിലും ഓരോ തരത്തിലുള്ള വ്യൂ ആണ്. ചില ഗ്രാമത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്രാമീണ ഭംഗിയും ആ ഒരു ചെറിയ ചെറിയ വീടുകളുടെ ആ ഒരു രീതിയും ആ ഒരു കൾച്ചറൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് നമ്മൾ ചിലപ്പോൾ വേറൊരു റോഡിൽ പോയിട്ട് വേറൊരു ഗ്രാമത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഫുള്ള് ഗ്രാസ് ലാൻഡുകളും അതുപോലെ ചെറിയ ചെറിയ അരുവികളായിരിക്കും. വേറെ റോഡിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ വാട്ടർഫോളുകളായിരിക്കും. വേറെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് 360 ഡിഗ്രി വ്യൂ ആയിരിക്കും കിട്ടുക. ചില സ്ഥലത്ത് പോയി നമുക്ക് സൺറൈസ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഓരോ ബ്രാഞ്ച് ചെയ്തിട്ടുള്ള റോഡുകളിലും പോകുമ്പോൾ വ്യത്യസ്തമായ വ്യൂകളായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തിന് വിശേഷിപ്പിക്കാം. അങ്ങനെ നമ്മൾ ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കൊടൈക്കനാൽ ടൗൺ കഴിഞ്ഞ് നമ്മൾ കുറച്ചധികം ഇരിക്കുള്ള ഒരു 30-35 കിലോമീറ്ററോളം നമുക്ക് ഒരു സിംഗിൾ റോഡാണ്. സിംഗിൾ റോഡിൽ നമ്മൾ ഫോറസ്റ്റും പൈൻ ട്രീസും ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് നമ്മൾ ആദ്യം എത്തുക പൂമ്പാറ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ്. അവിടെ മെയിനായിട്ട് ഈ ക്യാരറ്റ് കൃഷികളും വ്യൂ പോയിൻറ്റുകളുമാണ്. അപ്പോൾ ഈ പൂമ്പാറ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവിടെ ഉള്ളത് ഒരു ഹോട്ടൽ സാലിമ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ ഞാനിത് ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പരിമിതിയുള്ള ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണണം. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില സ്പോട്ടുകൾ ഞാൻ മെൻഷൻ ചെയ്യാണ്. അതിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റായിട്ട് പറയുന്ന ഈ പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹോട്ടൽ സാലിമ, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്ക് ഈ റൂട്ടിൽ കാണാനായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് മന്നവന്നൂരാണ്. മന്നവന്നൂർ എത്തുന്ന സമയത്ത് അതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഗ്രാമമാണ്. ആ മന്നവന്നൂർ ഗ്രാമത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ആ ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്. അവിടെ തന്നെയാണ്, ആ ടൗണിനകത്ത് തന്നെയാണ് ഒരു ഷീപ്പ് ഗോഡ് ഫാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അവിടെ നമുക്ക് ഒരു പെർ ഹെഡ് ഒരു 20 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറാം. അതിനകത്ത് നല്ലൊരു ഗ്രാസ് ലാൻഡും പ്ലസ് ഒരു ചെറിയൊരു ഷീപ്പ് ഫാമും അതുപോലെ മന്നവന്നൂർ ലേക്കിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തൊന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ഒരു കഥയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് ലൊക്കേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ കുറച്ച് ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൂണ്ടി സൈഡിലേക്ക്, നമ്മൾ അടുത്ത ലൊക്കേഷൻ വരുന്നത് പൂണ്ടിയാണ്. പൂണ്ടി സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മന്നവന്നൂർ ഷീപ്പ് ഗോഡ് ഫാമിൽ നിന്ന് ഇറങ്ങി നമ്മൾ പൂണ്ടി റോഡിന് കയറി ഒരു 250 മീറ്റേഴ്സ് പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് മെസ് ആൻഡ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. ആ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ഫുഡ് വേണമെങ്കിലും കയറി കഴിക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യും.
എല്ലാ ഫുഡും അത്യാവശ്യം ഒരു ഡീസൻറ്റ് ക്വാളിറ്റിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഹോട്ടൽ ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ വെക്കാം. ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ അടുത്തൊരു ലൊക്കേഷൻ നമ്മൾ എത്തുക എന്ന് പറയുന്നത് പൂണ്ടിയാണ്. പൂണ്ടി ഇതുപോലെ ചെറിയൊരു ഗ്രാമമാണ്, കുറച്ച് വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമം. പൂണ്ടിയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം പിന്നെ നമുക്ക് 2 ഓപ്ഷൻസാണ്. നമ്മൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആ റോഡ് മാറും. അത് നമ്മൾ റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെന്ന് അവസാനിക്കുക പോലൂർ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ്. അത് നമ്മൾ ഈ പറഞ്ഞ റൂട്ടിൻ്റെ ഏറ്റവും അവസാനമാണ്. എൻഡ് പോയിൻ്റ് റോഡ് അതോടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ ചെറിയൊരു ഗ്രാമം, അവർ ചെറിയൊരു കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാം. അത് കഴിഞ്ഞ് പോലൂർ എത്തുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. അത് ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് പോകുന്ന സമയത്ത് ഞാൻ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് നിങ്ങൾ അത്രയും നിർബന്ധിച്ച് നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയുന്നൊരു സ്പോട്ട് ഉണ്ടെങ്കിൽ ഈ പോലൂർ വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിൻ്റാണ്. എത്ര ടൈം വേണമെങ്കിലും നമുക്കത് കണ്ട് അവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നുള്ളതാണ് ആ ഒരു വ്യൂ പോയിൻ്റ് പ്രത്യേകത. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ഈ ആതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ വ്യൂ എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയൊരു വാട്ടർഫോളിൻ്റെ വ്യൂ ആണ്. അത്രയും ഹൈറ്റിന്ന് വെള്ളം താഴോട്ട് വെക്കുന്നൊരു വ്യൂ, ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്രെയിം വരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് പോലൂർ വാട്ടർഫോൾ വ്യൂ പോയിൻ്റ്. പിന്നെ നമ്മളൊരു പോലൂരിൽ നിന്ന് കുറച്ച് ബാക്കോട്ട് വന്നാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. ആ റോഡ് നമ്മൾ നേരെ ചെല്ലുന്നത് ക്ലാവരി എന്ന് പറഞ്ഞ വേറൊരു ഗ്രാമത്തിലാണ്. ക്ലാവരി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്ലാവരീൻ്റെ അപ്പുറം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘട്ട്സാണ്. നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിൽ വരുന്ന പശ്ചിമഘട്ടമാണ് ക്ലാവരീൻ്റെ അവിടെ ഉള്ളത്. അവിടുന്ന് പിന്നെ നമുക്കൊരു ഫോറസ്റ്റ് റൂട്ടുണ്ട്. ആ റൂട്ടിൽ നമുക്കൊരു 12-20 കിലോമീറ്റർ അങ്ങാണ്ടാണ്. പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലേക്ക് എത്താൻ പറ്റും. കേരളത്തിൽ വട്ടവട ഭാഗത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. പക്ഷെ ആ റൂട്ട് തമിഴ്നാട് സർക്കാർ കറൻ്റ്ലി ക്ലോസ് ചെയ്യുകയാണ്. എപ്പോഴെങ്കിലൊക്കെ അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൊടൈക്കനാലിൽ നിന്നും നമുക്ക് ഇങ്ങനെ പൂണ്ടി അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വീണ്ടും നമുക്ക് മൂന്നാർ വട്ടവട ഭാഗത്തേക്ക് കയറി പിന്നെ നേരെ നമുക്ക് അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പ് പോലെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ ആ റൂട്ട് കറൻ്റ്ലി ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ റൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ 12 കിലോമീറ്റർ മാത്രം പോയാൽ എത്തുന്ന വട്ടവടയിലേക്ക് നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 240 കിലോമീറ്റർ പോയാൽ മാത്രമേ നമുക്ക് പിന്നെ വട്ടവടയിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഇപ്പം ഇത്തിരി അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ 240 കിലോമീറ്റർ ചുറ്റി പോകണമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര കൗതുകമല്ല. അപ്പം അങ്ങനെയാണ് അത് വെസ്റ്റേൺ ഗഡ്സ് അവിടെ ഉണ്ടായതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ റൂട്ട് തമിഴ്നാട് ഗവൺമെൻറ് കറൻ്റ്ലി ക്ലോസ്ഡാണ്. നമുക്ക് പബ്ലിക്കിന് പെർമിഷൻ ഇല്ല അവിടെ. പിന്നെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കാര്യമായിട്ട് മെൻഷൻ ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗത്തുള്ള സ്റ്റേകളാണ്. കാരണം ഒരുപാട് നമുക്ക് സ്റ്റേ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. പക്ഷെ എല്ലാത്തിലും ഒന്ന് കയറി തല വെച്ച് കൊടുക്കരുത്. കാരണം കാര്യമായിട്ട് തന്നെ അന്വേഷിച്ച് അവിടുത്തെ ഹൈജീനും ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ബുക്ക് ചെയ്യുക. കാരണം സ്ലീപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ട്രാവലിംഗ് സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് ആ സ്ഥലങ്ങൾ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ഭയങ്കര ടയേർഡായിരിക്കും. അപ്പം സ്റ്റേ ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ എടുക്കുക. ഒരു 2-3 ഓപ്ഷൻസ് ഞാനിതിൽ പറയാം. അതിൽ ഫസ്റ്റായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാം, നമ്മൾ പൂണ്ടി കഴിഞ്ഞ് പോലൂരേക്ക് പോകുന്ന റോഡിലുള്ള ബ്ലൂ മൂൺ ഹട്ട്സ് ആണ്. നമ്മൾ മലയാളിയായിട്ടുള്ളൊരു കോഴിക്കോട്ടുള്ളൊരു ചേട്ടൻ്റെ ഒരു വാലിയിൽ പുള്ളിക്കാരൻ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലൂ മൂൺ ഹട്ട്സ് ഭയങ്കര കോസി ആയിട്ട് ഭയങ്കര ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ട് നല്ല ഹോസ്പിറ്റാലിറ്റി എക്സ്പീരിയൻസ് ഉള്ള വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ബ്ലൂ മൂൺ ഹട്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഏരിയയിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കൂക്കൽ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. തിരിച്ച് കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിക്ക് മന്നവന്നൂരൊക്കെ കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. ആ റോഡ് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂക്കൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് എത്തും. അപ്പോൾ ആ റൂട്ടിൽ പോകുന്ന അധികം ആൾക്കാരും എപ്പോഴും കൂക്കലൊരു ലേക്ക് ഉണ്ട്, ഒരു ഭയങ്കര അടിപൊളി ലൈക്ക് നല്ലൊരു കാഴ്ചയൊക്കെ ആയിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് കണ്ടിട്ട് എല്ലാവരും തിരിച്ച് വരാറാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുക. കൂക്കൽ പറ്റുമെങ്കിൽ ഒരു നിങ്ങളിപ്പോൾ 2 ദിവസത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു 2nd ഡേ സ്റ്റേ ആയിട്ട് കൂക്കൽ ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് അവിടെ ഇപ്പം സ്റ്റേ ഓപ്ഷൻ പറയുകയാണെങ്കിൽ കൂക്കൽ നോമാഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനും നല്ല ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് ഒരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
കൂക്കൽ സൈഡിൽ നിങ്ങളൊരു ഒരു സ്റ്റേ ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അതുപോലെ കൂക്കൽ സൈഡ് പോകുമ്പോൾ കൂക്കൽ ലേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള റോഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ ചെറിയ വാട്ടർഫോളുകളും ഗ്രാസ് ലാൻഡുകളും വ്യൂ പോയിൻറ്റുകളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയയാണ് കൂക്കൽ എന്ന് പറഞ്ഞാൽ. കൂക്കൽ ഒരിക്കലും മിസ് ചെയ്യരുത് ആ ഒരു സൈഡിൽ വരുന്ന സമയത്ത്. ആൻഡ് കൂക്കലിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള, അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബൈക്കിലൊക്കെ ആണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂക്കലിൽ നിന്ന് പൂമ്പാറ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലേക്ക് ചെറിയൊരു ഓഫ് റോഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വാട്ടർഫോളുകളും നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റിയൊരു റൂട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ കൂക്കലിൽ തിരിച്ച് വന്ന വയ്യേനെ വരുന്നതിന് പകരം കൊടൈക്കനാൽ സൈഡിലേക്ക് ആ റൂട്ട് വഴി നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു ഓപ്ഷനായിട്ട് എടുക്കാം. പിന്നെ ഈ റൂട്ടിൽ വരുമ്പം മെയിനായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഫ്യൂവലാണ്. പെട്രോള് എപ്പോഴും കൊടൈക്കനാൽ ടൗണിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടുന്ന് ഫില്ല് ചെയ്യാം. ഏകദേശം നമുക്ക് തോന്നുന്നൊരു 150-200 കിലോമീറ്ററെങ്കിലും നമ്മൾ റൺ ചെയ്യാനുള്ള ഒരു പെട്രോൾ നമ്മളെപ്പോഴും വണ്ടിയിൽ കരുതിയിട്ട് വേണം നമ്മൾ ഈ റൂട്ടിലേക്ക് ഇറങ്ങാൻ. കാരണം ഈ റൂട്ടിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്യൂവൽ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നാരോ റോഡ് വളരെ ചെറിയ റോഡാണ്, അത്ര മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത റോഡാണ്. അപ്പോൾ റോഡിലെ കർവുകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എപ്പോഴും ആണെങ്കിലും വണ്ടി കയറി വരാം, അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. അതുപോലെ ഈവനിങ് രാത്രിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ റൂട്ടിൽ കാട്ടുപോത്തൊക്കെ റോട്ടിൽ ഇറങ്ങി നിന്നിട്ടൊക്കെ പുല്ല് വന്നിട്ട് അങ്ങനെ 1-2 ഇൻസിഡൻസ് നമുക്ക് ഉണ്ടായി. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക എപ്പോഴും. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഡ്രൈവ് ചെയ്യുമ്പോൾ, ആ റൂട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പോയ എക്സ്പീരിയൻസിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരും മന്നവന്നൂർ പൂണ്ടി റൂട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് മൺഡേ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.